ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ശിവൻ്റെ പ്രതിമയും അങ്ങനെ കുറേ പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ. ചില സ്റ്റോറീസിലെ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഡെയിലി ഇവർ ക്ലീൻ ചെയ്യാറുണ്ട് തോന്നുന്നു ഇവിടെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കട കാണാം. ഇതിൽ ഈ ഓറഞ്ച് കളറും ഈ വൈറ്റ് കളറൊക്കെ കാണുന്ന ക്യാന്, അതായത് ഡബ്ബകളാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗംഗാജലം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുത്ത് വീട്ടിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ഡബ്ബകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അത് പല സൈസിൽ കിട്ടും. വലുതുണ്ട്, ചെറുതുണ്ട്, അതിൽ ഏറ്റവും ചെറിയതൊക്കെ ഉണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മാർക്കറ്റിലേക്ക് പോവാം. മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട ദൂരേ ഉള്ളൂ. പക്ഷെ നമുക്ക് ശരിക്കും വഴി അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഒരു റിക്ഷ വിളിച്ചിട്ട് മാർക്കറ്റിലേക്ക് പോവാന്ന്. റോഡ് സൈഡിലൊക്കെ ഇതേപോലുള്ള ചെറിയ പെട്ടിക്കടകൾ കാണാം. ഇതിൽ രുദ്രാക്ഷമാലകളുണ്ട്, ജപമാല, അതേപോലെ ഈ നമുക്ക് ഗംഗാജലം എടുക്കാൻ പറ്റിയ ഡബ്ബകൾ, അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും വിൽക്കാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഗംഗാജലം എടുക്കാം. കാരണം എവിടെ നോക്കിയാലും നമുക്ക് ഗംഗാനദി മാത്രമേ കാണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഹരിദ്വാറിലല്ല ഗംഗയിലാണ് ഹരിദ്വാർ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നേരെ എത്തുന്നത് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ കൂടുതലും വിൻ്റർ ഡ്രസ്സാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൂടുതലും വിൻ്റർ ഡ്രസ്സ് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. കമ്പിളിപ്പതപ്പൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ബാർഗൈൻ ചെയ്താൽ നന്നായിട്ട് വില കുറച്ച് കിട്ടുമായിരിക്കും. പിന്നെ സ്വീറ്റ്സ് കടകളുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്വീറ്റ്സാണ് ഇവിടുത്തെ. പിന്നെ ഞാൻ ഇവിടെ കൂടുതലായിട്ട് കണ്ടത് ഇതേപോലെയുള്ള ചന്ദന കോലുകൾ. അത് ഒറിജിനലാണോ എന്താ സംഭവം എന്നറിയില്ല. പല റേറ്റ് ഉണ്ട്. ഓരോ കടയിൽ ചോദിക്കുമ്പോൾ ഓരോ റേറ്റാണ് പറയുന്നത്. പിന്നെ ശംഖുകളുണ്ട് ഇവിടെ. നല്ല എന്താ പറയുക, നല്ല വെറൈറ്റി ശംഖുകൾ. മലയാളീസ് പൂജ ചെയ്യുമ്പോൾ ശംഖ് ഉപയോഗിക്കുമോയെന്നറിയില്ല. ഹിന്ദിക്കാരൊക്കെ എന്താ പറയുക, വീട്ടിലൊക്കെ പൂജ ചെയ്യുമ്പം ശംഖ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ചന്ദനക്കോലിനൊക്കെ പല റേറ്റായി. ഇവിടുത്തെ റേറ്റ് 100 രൂപ. അതായത് രക്തചന്ദനമുണ്ട്, സാധാരണ ചന്ദനക്കോലും ഉണ്ട്. പിന്നെ ഇതൊരു ബ്രാസ് ഷോപ്പാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയല്ലേ ഈ ഒരു കടയിലൊക്കെ നോക്കുമ്പം തന്നെ. പിന്നെ ഈ ഒരു ചാക്കിൽ മുഴുവൻ എന്താണെന്ന് മനസ്സിലായോ? രുദ്രാക്ഷാണ്. അതേപോലെ ഇത് രുദ്രാക്ഷമാലയുണ്ട്, ഇവിടെ ജപമാലയുണ്ട്, തുളസി മാല, അങ്ങനെയുള്ള മാലകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഒരു ഇത് കണ്ടോ, റെഡ് കളറ് ഫുൾ എന്താ പറയുക, വലിയൊരു മല പോലെ ആക്കി വെച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുങ്കുമമാണ്. ഒറിജിനലാണെന്ന് ഇവർ പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നും അറിയില്ല. കാരണം കടക്കാരോട് ചോദിച്ചാൽ അവർ ഒറിജിനലിനെ പറയുള്ളൂ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ മുഖങ്ങളിലെ രുദ്രാക്ഷങ്ങൾ പ്രത്യേകിച്ചിട്ട് കവറിലാക്കി വെച്ചതാണ്. പഞ്ചമുഖം, ദ്വിമുഖം, ത്രിമുഖം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പഞ്ചമുഖ രുദ്രാക്ഷമാല. അങ്ങനെ കുറേ മുഖങ്ങളിലെ രുദ്രാക്ഷമാലകളൊക്കെ നമുക്കിവിടെ കിട്ടും. പക്ഷേ നമുക്ക് ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്കറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ഗോശാലയാണ്. ഇവിടെ ഒരുപാട് പശുക്കളെ കാണാം നമുക്ക്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ പുല്ല് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുല്ല് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പശുക്കൾക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ പുല്ലൊക്കെ നമുക്ക് അവിടെ സൈഡിൽ വിൽക്കാൻ വെച്ചിട്ട് കാണാം. പിന്നെ ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ മന്ദിർ കാണാൻ പറ്റും. അതായത് അമ്പലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. വൈകുന്നേരം ഗംഗാരതി ഉണ്ട്. അപ്പം നമുക്ക് ഗംഗാരതി കൂടെ കാണണം. അങ്ങനെ സന്ധ്യ ആയപ്പോൾ നമ്മൾ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് ഹർക്കി പൗരി എന്ന് പറയുന്ന ഘാട്ടിൽ വന്നിട്ടാണ് ഉള്ളത്.
ഗംഗാ ആരതിയുടെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹരിദ്വാറിൽ വന്ന ദിവസം നമ്മൾ ഗംഗാരതി കാണാൻ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ സന്ധ്യാസമയത്ത് പോയതുകൊണ്ട് തന്നെ ഗംഗാരതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരെ നിന്നിട്ടാണ് ഈ ഗംഗാരതിയൊക്കെ കണ്ടിട്ടുണ്ടായത്. ഗംഗാരതിയൊക്കെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു ഫീലാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. നേരിട്ട് കാണാൻ വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് തന്നെ അത് അനുഭവിച്ചറിയണം. ആരതിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ നമ്മൾ ചോലെ ഭട്ടൂര വാങ്ങിച്ച് അത് കഴിച്ചിട്ട് ഇനി നേരെ റൂമിലേക്ക് പോകണം. നമ്മൾ റൂമിലെത്തി. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് നല്ലൊരു ചൂട് ചായ കൂടെ കുടിക്കാൻ തോന്നി. ഇപ്പോൾ സമയം 9:30ആയി. അപ്പോൾ നമ്മൾ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലേക്ക് പോയി. അവിടുന്ന് നമ്മൾ 2 ചൂട് ചായ വാങ്ങിച്ചു. നല്ല കുൽഹട് ചായ വാങ്ങിച്ചു. ചൂടുണ്ടായിരുന്നു നല്ല. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇനിയിപ്പം നമുക്ക് വീണ്ടും തിരിച്ച് നേരെ റൂമിലേക്ക് പോകണം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.